അടൂർ പന്നിവിഴ ദേവീക്ഷേത്രത്തിന് എതിർവശത്ത് കനാലിനോട് ചേർന്ന് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്നും മാലിന്യങ്ങളും ഭക്ഷ്യാവശിഷ്ടങ്ങളും കനാലിലേക്ക് ഒഴുക്കുന്നതായി പരാതി. ഇത് സംബന്ധിച്ച് അടൂർ നഗരസഭയിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആനന്ദപ്പള്ളി ചരുവിളയിൽ പ്രസാദ് കുമാരൻ നായർ പറഞ്ഞു. പന്നിവിഴ ദേവീക്ഷേത്ര വഞ്ചിക്ക് എതിർവശത്തായാണ് കനാൽ സ്ഥലത്ത് ഹോട്ടൽ പ്രവർത്തിച്ചു വരുന്നത്. അടൂരിലെ പുതിയ അഗ്നിരക്ഷാ നിലയവും ഇവിടെയാണ്. KIP കനാൽ ഭൂമിയിലാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കനാൽ സ്ഥലം പൊതുസ്ഥലമാണ്. അത് കയ്യേറി അനധികൃതമായിട്ട് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് അവിടെ അനധികൃതമായിട്ട് പതുക്കെ ചായക്കടയിൽ നിന്ന് ബിരിയാണി വരെ എത്തി കയ്യേറി വലിയ ഹോട്ടൽ സമുച്ചയം ഉണ്ടാക്കി അവിടെ വഴി നടപ്പാത പോലും മെയിൻ 5 മീറ്റർ വീതിയുള്ള നാട്ടുകാരുടെ പ്രധാന പരമ്പരാഗത പാത പോലും അടച്ച് അവിടെ വിറക് ശേഖരം, അറപ്പൊടി ശേഖരം ഉൾപ്പെടെ പാചകപ്പര, 5 അടുപ്പ്, വിറകടുപ്പ് സഹിതം അതോ കൂടാതെ നമ്മൾ ക്ലോസറ്റ് ഇല്ലാത്ത ടോയ്ലറ്റ് വെച്ച് വരെ വഴിയിൽ സ്ഥാപിച്ച് അതിൽ ഈ മലമൂത്ര വിസർജനം നടത്തി വിസർജ്യം കനാലിലേക്ക് ഒഴുക്കി ഇന്നും അനസൂയം നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ മൗന അനുഭവത്തോട് മൂക്കിന് താഴെ അടൂരിന്റെ ഹൃദയഭാഗത്ത് 185A NH റോഡിന്റെ സൈഡിൽ ഇന്നും ഇത് അനായാസം നമ്മൾ പരാതി 10-ാം തീയതിയും 17-ാം തീയതി 21-ാം തീയതി 3 പരാതികൾ കൊടുത്തതിന് ശേഷവും നമ്മുടെ അധികാരികളുടെ മൗന അനുവാദത്തോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെങ്കിലും നടക്കുന്ന കാര്യമാണ്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഹോട്ടൽ പ്രവർത്തനം. ഷീറ്റ് ഉപയോഗിച്ചുള്ള താൽക്കാലിക ഷെഡിൽ മലമൂത്ര വിസർജനം നടത്തി ഇത് കനാലിലേക്ക് ഒഴുക്കുന്നതായും പരാതിയുണ്ട്. സമീപ കിണറുകളിലെ വെള്ളം മലിനമായിരിക്കുന്നു. മാലിന്യം നിറഞ്ഞ പരിസരമാകെ ദുർഗന്ധം വമിക്കുകയാണ്. കനാൽ റോഡ് കയ്യേറിയതോടെ ഇതുവഴി ആളുകൾക്ക് സഞ്ചരിക്കാനും കഴിയാത്ത അവസ്ഥയാണ്. തുറസായ സ്ഥലത്താണ് പാചകം ചെയ്യുന്നത്. പരിസരമാകെ തെരുവുനായ്ക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അടൂർ നഗരസഭയിലും ജലസേചന വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമില്ലെന്നും പ്രസാദ് ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, അടൂർ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശുദ്ധമായ സുഗന്ധവ്യഞ്ജന പൊടികൾ ന്യൂ ഡേ സ്പൈസസ് എത്തിക്കുന്നു. ന്യൂ ഡേ സ്പൈസസ്